ഹലോ, ഞാൻ രശ്മി ദീപു. നോക്കിക്കേ, കണവൊക്കെയുള്ളൊരു വീടാണ് കേട്ടോ. നമുക്ക് അങ്കിളിൻ്റെ വീടായത്. വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നു നമ്മുടെ പാഷൻ ഫ്രൂട്ട്. കണ്ടോ? അപ്പോൾ ഞാൻ അങ്ങളോട് ചോദിച്ചു, അങ്ങളെ ഞാനൊന്ന് ഒരു വീഡിയോ എടുത്തോട്ടെ. ആ, പിന്നെന്താ, കവറിനകത്ത് പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പോകുമ്പോൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് തന്നായിരുന്നു 2 ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇച്ചിരി പുളിയൊക്കെ ഉള്ളൊരു ഫ്രൂട്ട്. നോക്കൂ, കണ്ടോ? അതിങ്ങനെ ഈ മുന്തിരിവള്ളി പോലെ തന്നെ ഇങ്ങനെ പടർന്ന് കിടക്കും. അതിലിങ്ങനെ ഒരു സീസണൽ ഫ്രൂട്ടായിരുന്നു ശരിക്കും. അങ്ങനെ പാഷൻ ഫ്രൂട്ടിൻ്റെ വീഡിയോ എടുത്ത് കഴിക്കണ്ടല്ലോ. നോക്കിക്കോളൂ, ഞാനൊരു സാധനം കണ്ടു. നോക്കൂ, പാത്തിരിക്കുന്നുണ്ടോ ഒരു മുന്തിരിക്കൊല. അപ്പോൾ ആൻറ്റി ഉണ്ട് പറഞ്ഞു, ഭയങ്കര മധുരമൊന്നുമില്ല, ഇച്ചിരി പുളിയോട് കൂടിയ. നേരത്തെ ഒരെണ്ണം കിട്ടിയെന്ന് പറഞ്ഞു. ഇതുണ്ടോ, ഞാൻ അപ്പോൾ ആൻറ്റി ഉണ്ട് പറഞ്ഞു, മുകളിലോട്ട് പോകാൻ മോളെ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് പടർന്ന് പന്തലിച്ച് കിടക്കുന്നതെന്ന്. നോക്കിക്കാൻ അവർ മുകളിലത്തെ നില കയറി കഴിഞ്ഞ് ഞാൻ നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു തണലൂടെ കിട്ടും. അതിനൂടെ ഇത് കളയാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട് മാത്രമല്ല അവരുടെ ഉദ്ദേശം, മുറ്റത്തൊരു ചൂട് കുറയും, തണലാവും മുറ്റത്തിന്. കണ്ടോ? ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഇതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പാമ്പോ വല്ലതും കയറുമോ? ഏയ്, അങ്ങനത്തെ ശല്യമൊന്നും ഇല്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. നോക്ക്, അപ്പോൾ സാത്വിക് മോന് അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ മകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പൂണൊക്കെ വെച്ച് ഇളക്കി നോക്കുക. കണ്ടോ, ഈ ഒരു കളറിലാണ് അത്. ഇച്ചിരിയേ ഉള്ളൂ, ഒരു ഫ്രൂട്ടകത്ത് ഇച്ചിരിയേ നമുക്ക് കിട്ടത്തുള്ളൂ. ഞങ്ങളിത് കഴിക്കുമ്പോൾ കണ്ടോ, ലേശം പഞ്ചസാര അതിനകത്തിടും, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും. നോക്കിക്കോണേ, പഞ്ചസാര ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വായിന്ന് വെള്ളം വരുന്നു. നോക്കാം, ഇച്ചിരി പുളിയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അടിപൊളിയല്ലേ? കൊതി വരുന്നുണ്ടോ ആർക്കെങ്കിലും? വന്നാൽ മതി കേട്ടോ. ഞങ്ങൾ മകളോട് പത്തേ ഇത് കണ്ടോ, കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തോടിങ്ങനെ ഇരിക്കും. ഇച്ചിരി ബാക്കിയുണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.